ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ NCERT എക്കണോമിക്സിലെ ചാപ്റ്റർ 1 ആയ ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്റർ നമ്മൾ 6 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്, സെക്കൻഡ് സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കണോമിക്സ്, തേർഡ് ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്, ഫോർത്ത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഫിഫ്ത്ത് പോസിറ്റീവ് ആൻഡ് നോർമറ്റീവ് എക്കണോമിക്സ് ആൻഡ് സിക്സ്ത് മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ 3 ഡിവിഷനായ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്, സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കണോമിക്സ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് ഡെഫിനേഷൻ ഓഫ് എക്കണോമിക്സ് എന്താണെന്ന് നോക്കാം. എക്കണോമിക്സ് എന്ന പദം ഒരു ഗ്രീക്ക് വേർഡായ ഒയ്ക്കനോമിയിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഒയ്ക്കനോമിയ മീൻസ് ഓയ്ക്കോസ് മീൻസ് എ ഹൗസ് ആൻഡ് നേമിയ മീൻസ് ടു മാനേജ്. സോ ഓവറോൾ ഒയ്ക്കനോമിയ അവർ എക്കണോമിക്സ് മീൻസ് ഹൗസ് ഹോൾഡ്സ് മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറമേ നിന്ന് കേട്ടിട്ടുണ്ട് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തെക്കുറിച്ചുള്ള പഠനമാണ്. ദറ്റ്സ് ഓൾ അബൌട്ട് മണി. പക്ഷേ അങ്ങനെയല്ല. എക്കണോമിക്സിൽ നമ്മൾ മണി മാത്രമല്ല, അതിൽ നമ്മൾ വെൽഫെയർ ആക്ടിവിറ്റീസ്, സോഷ്യൽ ആക്ടിവിറ്റീസ്, നമ്മളെ ചോയ്സ്, ആ പ്രോഡക്ട്സിന്റെ മേലെ ചോയ്സ്, അതിന്റെ മേലെ ഓൾട്ടർനേറ്റീവ്സ്, സ്കേഴ്സിറ്റീസ്, റിസോഴ്സസ് ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്ഷൻ, ടാക്സ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ കാര്യങ്ങളും എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ പണത്തെക്കുറിച്ച് മാത്രമല്ല, ഇതിൽ നമ്മൾ നമ്മളെ എൻവയോൺമെന്റിനെ കുറിച്ച്, നമ്മളെ പരിസ്ഥിതിയെക്കുറിച്ച്, നമ്മളെ വെൽഫെയർ ആക്ടിവിറ്റീസ്, ട്രേഡ് ആക്ടിവിറ്റീസ്, അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസിലും എക്കണോമിക്സ് എന്ന പദം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് നോക്കാം. എക്കണോമിക്സ് എന്ന പദത്തിന് പല ഡെഫിനേഷനും പല എക്കണോമിക്സും നൽകിയിട്ടുണ്ട്. ഇതിൽ തന്നെ അനേകം സമീപനങ്ങൾ എക്കണോമിക്സ് ഡെഫിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ കുറച്ചു പേരുടെ സമീപനങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് അർഹിക്കുന്നതാണ്. അതിൽ തന്നെ ആദം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ, ലയണൽ റോബിൻസൺ, പോൾ എം സാമുവൽസന്റെ ഡെഫിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യമായി ആദം സ്മിത്ത് ഡെഫിനേഷൻ നോക്കാം. ആദം സ്മിത്തിനെ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം എക്കണോമിക്സിനെ വെൽത്ത് ഡെഫിനിഷൻ ആയിട്ടാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അതിൽ അദ്ദേഹത്തിന്റെ ബുക്കായ എൻക്വയറി ഇൻ ടു ദി നാച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻസിൽ അദ്ദേഹം എക്കണോമിക്സ് ഇസ് എ പ്രാക്ടിക്കൽ സയൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റും അതിന്റെ ഡിസ്ട്രിബ്യൂഷനോ, നമുക്ക് കിട്ടുന്ന നമ്മളെ വെൽത്തിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റും അതിന്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്നാണ് ആദം സ്മിത്ത് പറഞ്ഞത്. അടുത്തതായി നമുക്ക് ആൽഫ്രഡ് മാർഷലിന്റെ ഡെഫിനേഷൻ നോക്കാം. അദ്ദേഹം എക്കണോമിക്സിനെ ക്ഷേമശാസ്ത്രം എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബുക്കായ പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സിൽ എക്കണോമിക്സിനെ വെൽഫെയർ ഡെഫിനേഷൻ ആയിട്ട് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു വ്യക്തിയുടെ സോഷ്യൽ ആക്ട്, സമൂഹവുമായിട്ടുള്ള ബന്ധങ്ങളും അതിൽ അവരെ സമൂഹവുമായിട്ടുള്ള ബന്ധങ്ങളും അതിൽ നിന്ന് കിട്ടുന്ന സൊസൈറ്റിക്ക് കിട്ടുന്ന വെൽബീയിങ്. അതായത് എക്കണോമിക്സ് സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ഇറ്റ് എക്സാമിൻ ദാറ്റ് പാർട്ട് ഓഫ് എൻ ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ആക്ഷൻ വിച്ച് ഇസ് മോസ്റ്റ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് the attainment and with the use of material request of well-being. അതായത് എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ വെൽഫെയറിനെ കുറിച്ചിലെ അതുമൂലം ഉണ്ടാകുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള പഠനത്തെയാണ് എക്കണോമിക്സ് എന്നാണ് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത്. അടുത്തത് നമുക്ക് ലയണൽ റോബിൻസന്റെ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് നമ്മൾ എക്കണോമിക്സിന്റെ ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ലയണൽ റോബിൻസൺ അദ്ദേഹത്തിന്റെ ബുക്കായ എൻ എസ്സേ ഓൺ നാച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസിൽ എക്കണോമിക്സിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. എക്കണോമിക്സ് ഈസ് എ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ആൻ ആൾട്ടർനേറ്റീവ് യൂസസ്. അതായത് ആവശ്യങ്ങളും ബദൽ ഉപയോഗങ്ങളുമുള്ള
പരിമിതി വിഭവങ്ങളും തമ്മിലുള്ള ബന്ധമായി കണ്ട് മനുഷ്യരുടെ പെരുമാറ്റത്തെക്കുറിച്ച് നടത്തുന്ന പഠനത്തെ എന്ന ശാസ്ത്രത്തെയാണ് എക്കണോമിക്സ് എന്നാണ് ലയണൽ റോബിൻസ് പറഞ്ഞത്. ലഭ്യമായ വിഭവങ്ങൾക്ക് മനുഷ്യരുടെ എല്ലാ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ എൻസ് എന്ന് പറയുന്നത്. വിഭവങ്ങളുടെ ദൗർലഭ്യമില്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമുണ്ടാവില്ല എന്ന് വിശദീകരിക്കപ്പെടുന്നു. എന്നാൽ ലഭ്യമായ വിഭവങ്ങളുടെ അസന്തുലിതമായ ആയിട്ടുള്ള കാര്യത്തെയാണ് ക്ഷാമശാസ്ത്രം എന്നാണ് ലയണൽ റോബിൻസൺ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഡെഫിനേഷനിൽ 2 കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഒന്നാമത്തത് എൻസ്, അതായത് മനുഷ്യരുടെ ആവശ്യങ്ങൾ എങ്ങനെയാ അൺലിമിറ്റഡ് ആണ്. രണ്ടാമത്തതോ മീൻസ്, അതായത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ നമ്മളെ കയ്യിലുണ്ടാകുന്ന റിസോഴ്സ് പണം അത് ലിമിറ്റഡ് ആണ്. ഈ എൻസ് ആൻഡ് മീൻസ് റിലേഷനെ കുറിച്ചുള്ള പഠനത്തെയാണ് എക്കണോമിക്സ് എന്നാണ് ലയണൽ റോബിൻസ് പറഞ്ഞത്. അതായത് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആൻഡ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. ഈ 2 അൺലിമിറ്റഡും ലിമിറ്റഡും ആയിട്ടുള്ള റിസോഴ്സസ് ആൻഡ് ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള പഠനത്തെയാണ് എക്കണോമിക്സ് എന്നാണ് ലയണൽ റോബിൻസ് പറഞ്ഞത്. മീൻസ് our resources are scarce but our wants are unlimited and have an alternative uses. അടുത്തതായി നമുക്ക് പോൾ എം സാമുവൽസന്റെ ഗ്രോത്ത് ഡെഫിനിഷൻ നോക്കാം. പോൾ എം സാമുവൽസൺ എന്ന എക്കണോമിസ്റ്റ് എക്കണോമിക്സിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്: economics is a study of how men and society choose with or without the use of money to employ scarce productive resources which could have alternative uses to produce various commodity over time and distributed them for consumption now and in the future among various people and group of society. അതായത് എങ്ങനെ നമുക്ക് മനുഷ്യനെയും സമൂഹത്തെയും പണത്തോടെയോ പണത്തെ അല്ലാതെയോ സ്കേഴ്സായ പ്രൊഡക്റ്റീവ് റിസോഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടും അതിൽ മൂലം നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് കമോഡിറ്റീസ് ഓരോ ടൈം പീരീഡിലും നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് എങ്ങനെ ഒരു സമൂഹത്തിന്റെ കൺസംഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അത് പ്രസന്റിലില്ലോ ഫ്യൂച്ചറിലുള്ള പീപ്പിൾക്ക് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്ന പഠനത്തെയാണ് എക്കണോമിക്സ് എന്നാണ് പോൾ എം സാമുവൽസൺ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഗ്രോത്ത് ഡെഫിനിഷനിലൂടെ. അടുത്തതായി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കോണമി അഥവാ സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ. ദ അലോക്കേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ് ആൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ദ സെൻട്രൽ പ്രോബ്ലം ഓഫ് എനി എക്കോണമി. മീൻസ് ആവശ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിഭവങ്ങൾ പരിമിതമാണ് എന്നാണ് സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന പ്രധാന കാരണങ്ങൾ. ഈ കാരണങ്ങൾ നമ്മൾ 3ആയി ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ദ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി ആർ വെരി ഓഫൻ സമ്മറൈസ്ഡ് ആസ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫൈനലി ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ആദ്യമായി നമുക്ക് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റീസ് എന്ന ചോദ്യം നോക്കാം. എന്ത് ഉൽപ്പാദിപ്പിക്കണം, അത് ഏതളവിൽ. മീൻസ് എവറി സൊസൈറ്റി മസ്റ്റ് ഡിസൈഡ് ഓൺ ഹൗ മച്ച് ഓഫ് ഈച്ച് ഓഫ് മെനി പോസിബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ്. അതായത് ഓരോ സമ്പദ് വ്യവസ്ഥയ്ക്കും അനന്തമായ സാധനങ്ങളും സേവനങ്ങളും വേണം. എന്നാൽ വിഭവങ്ങൾ പരിമിതിയാകിയാൽ ആവശ്യമായ എല്ലാ സാധനങ്ങളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ആയതിനാൽ എന്ത് സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം, അത് ഏത് അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് ആദ്യത്തെ സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഹൗ ദിസ് ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ്, എങ്ങനെ നമുക്ക് ഈ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാം, അതായത് ഏത് ടെക്നോളജി ഏത് ടെക്നിക്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഈ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മെയിൻലി 2 ടെക്നിക്സ് ആണുള്ളത്. ഒന്ന് ലേബർ ഇന്റൻസീവ് യൂസേജും രണ്ടാമത്തെ ക്യാപിറ്റൽ ഇന്റൻസീവ് യൂസേജും. ലേബർ ഇന്റൻസീവ് യൂസേജ് എന്ന് പറഞ്ഞാൽ തൊഴിൽ നിബിധ സാങ്കേതിക വിദ്യ. ഇതിൽ നമ്മൾ കൂടുതൽ ലേബറിനെയും കുറച്ച് ക്യാപിറ്റലിനെയും യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഉണ്ടാവുക. രണ്ടാമത്തത് ക്യാപിറ്റൽ ഇന്റൻസീവ് യൂസേജ് അഥവാ മൂലധനവിധ സാങ്കേതിക വിദ്യ. ഇതിൽ നമ്മൾ കൂടുതൽ ക്യാപിറ്റലും കുറച്ച് മെഷീനറി യൂസ് ചെയ്തിട്ട്, അതായത് കൂടുതൽ ക്യാപിറ്റലും കുറച്ച് മെഷീനറി യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂടുതൽ ക്യാപിറ്റലും കുറച്ച് ലേബറിന് യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഉണ്ടാവുക. സോ എവറി സൊസൈറ്റി ഹാസ് ടു ഡിസൈഡ് ഓൺ ഹൗ മച്ച് ഓഫ് വിച്ച് ഓഫ് ദ റിസോഴ്സസ് to use in the production of different quantity of goods and services.
മൂന്നാമത്തെ സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഫോർ ഹൂം ദിസ് ഗുഡ്സ് ആർ ടു ബി പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് സാധനങ്ങളും സേവനങ്ങളും ഭൂമി, തൊഴിൽ ശക്തി, മൂലധനം, സംഘാടനം തുടങ്ങിയ വിഭവങ്ങളുടെ സംയോജിത പ്രവർത്തന ഫലമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനാൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങൾ അഥവാ അതിലൂടെ ഉണ്ടാകുന്ന വരുമാനം വിഭവങ്ങളുടെ ഉടമകൾക്ക് അവരുടെ ഉൽപാദന പ്രക്രിയയിൽ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകേണ്ടതുണ്ട്. ഇങ്ങനെ രാജ്യത്തെ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺസിന് അവർ സ്പെൻഡ് ചെയ്യുന്ന ഇൻകത്തിനനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് നമ്മൾ പേഴ്സണൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ദേശീയ വരുമാനം അതുണ്ടാക്കാൻ കാരണമായ ഉൽപാദന ഘടകങ്ങൾക്കുള്ളിൽ വിതരണം ചെയ്യുന്നതാണ് അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്. അതായത് തൊഴിലാളികൾക്ക് കൂലി, മൂലധനത്തിന് പലിശ, ഭൂമിക്ക് വാടക, സംഘാടനക്ക് ലാഭം എന്നിങ്ങനെ വിതരണക്രമം തീരുമാനിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിനെ നമ്മൾ ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിനെ പ്രവർത്തനപരമായ വിതരണം എന്നും പറയുന്നത്. ഇതങ്ങനെ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എത്ര ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം, ഏത് ടെക്നിക്ക് യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അത് പേഴ്സണൽ ആണോ ഫങ്ഷണൽ ആണോ എന്നതാണ് ഒരു സൊസൈറ്റി അഭിമുഖീകരിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ. ഇത് സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കോണമി ആർ ക്ലാസിഫൈഡ് ആസ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അടുത്തതായി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ സെൻട്രൽ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം, ദാറ്റ് ഈസ് ഹൗ ദ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആർ ടു ബി സോൾവ്ഡ്. സോ the basic problem can be solved either by the free interaction of an individual pursuing their own objectives as is done in the market, or in a planned manner by some central authority like government. അതായത് വിവിധ സമ്പദ് വ്യവസ്ഥകൾ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുന്നതെന്ന് പരിശോധിക്കാം. ആദ്യമായി സോഷ്യലിസ്റ്റ് എക്കോണമി ഓർ സെൻട്രലി പ്ലാൻഡ് എക്കോണമി. ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം നിയന്ത്രണവും സർക്കാരിലോ സമൂഹത്തിലോ നിക്ഷിപ്തമായിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ദാറ്റ് ഈസ്, ഇറ്റ് ഈസ് എൻ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് its means of productions are owned and operated by government and society for welfare motive. That is, for the welfare of the people. ഇത്തരം സമ്പദ് വ്യവസ്ഥയിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നീ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രാസൂത്രണ വിഭാഗമാണ്. അതിൽ ഇത്തരം സമ്പദ് വ്യവസ്ഥ കേന്ദ്രീകൃതമായ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ ഓർ സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്ന പേരിലും അറിയപ്പെടുന്നു. അടുത്തതായി ക്യാപിറ്റലിസ്റ്റ് എക്കോണമി അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഈ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യുന്ന നോക്കാം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദന ഘടകങ്ങളുടെ ഏറിയ പങ്കും സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലായിരിക്കും. അത്തരം സമ്പദ് വ്യവസ്ഥകളിൽ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഏകോപിക്കുന്ന കമ്പോളമായിരിക്കും. അതിനാൽ ഇതിനെ നമ്മൾ മാർക്കറ്റ് എക്കണോമിക് സിസ്റ്റം ഓർ കമ്പോള സമ്പദ് വ്യവസ്ഥ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത്തരം സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില സംവിധാനം അഥവാ പ്രൈസ് മെക്കാനിസം ത്തിലൂടെ ആയിരിക്കും. ദാറ്റ് ഈസ്, ഇറ്റ് ഈസ് എൻ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് ഇറ്റ്സ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. ഇവരെ മെയിൻ മോട്ടീവ് എങ്ങനെയായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. ഈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മോട്ടീവിലൂടെ ആയിരിക്കും. ഇവരുണ്ടാക്കുന്ന പ്രോഡക്ട്സിൽ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ എങ്ങനെയായിരിക്കും? അവരെ മെയിൻ മോട്ടീവ് വെൽഫെയർ ആണ്, ഒരു സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന വെൽഫെയർ ആയിരിക്കും. മറിച്ച് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ഉണ്ടാവുന്ന പ്രോഫിറ്റ് ആയിരിക്കും, പ്രോഫിറ്റ് എയിം ആയിരിക്കും. ആ എയിമിലൂടെ ആയിരിക്കും അവർ ബേസിക് സെൻട്രൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തത് എന്ന് പറയുന്നത് ദ മിക്സഡ് എക്കോണമി, മിശ്ര സമ്പദ് വ്യവസ്ഥ. ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ഇന്ന് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. മുതലാളിത്ത സവിശേഷതയായ സ്വകാര്യ മേഖലയും സോഷ്യലിസ്റ്റിന്റെ സവിശേഷതയായ പൊതുമേഖലയും ഇത്തരം സമ്പദ് വ്യവസ്ഥകളിലുണ്ട്. അതിനാൽ മിശ്ര സമ്പദ് വ്യവസ്ഥകൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് വില സംവിധാനവും ആസൂത്രണ സംവിധാനവും ചേർന്നാണ്.
That is both on the basis of price mechanism and the market system. Under market economy, there is an existence of both public and private sector. Under this system, all major decisions are jointly taken by the government or planning authorities and price mechanism. The government or planning authorities take decision on the operation of public sector and price mechanism operates for private sector. Thus, both the planning and price mechanism play a major role in solving the central problem of an economy. Thank you.